നമസ്കാരം. വടക്കൻ സമ്പ്രദായത്തിൽ 8 വടിവുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് പരിശീലിച്ചു വരുന്നത്. കുട്ടികൾ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ വന്നിച്ചിട്ട് ഈ വടിവുകളൊക്കെ തന്നെ ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കണം. ആദ്യത്തെ ഏറ്റവും പ്രധാനമായ 4 വടിവുകളാണ് ഉള്ളത്. അത് പാച്ചിലും ചടകവുമാണ്. രണ്ടാമതുള്ള 2 വടിവുകൾ മാറ്റാൻ്റെ നീക്കങ്ങളും മറ്റും മാറിക്കളയാനും അതിൽ നിന്ന് ഒഴിഞ്ഞ് പോകാനും മറ്റുള്ള ഒരു സമ്പ്രദായമാണ് 2 വടിവുകൾ. പിന്നത്തെ 2 വടിവുകളുള്ളത് ചാട്ടവും കുതിപ്പും നീട്ടലും വെട്ടലും ഒക്കെ ആയിട്ടുള്ളതാണ്. ആദ്യത്തെ 4 വടിവുകൾ ഏറ്റവും പ്രധാനം പറഞ്ഞു നമ്മൾ ഗജ സിംഹ അശ്വവരാഹ വടിവുകളാണ്. രണ്ടാമത്തെ ചുവടുകൾ ഉള്ളത് സർപ്പ മാർജാര വടിവുകളാണ്. ഇതിൽ നീട്ട്, വെട്ടുകൾ, ചടകമുറകൾ, ചാട്ടങ്ങളൊക്കെയാണ് അതിൽ ഉണ്ടായിരിക്കുക. പിന്നീടുള്ള 2 വടിവുകൾ അജവടിവും കൊക്കുട വടിവുമാണ്. ചില കളരികളിൽ, അത് വടക്കേ മലബാറിലെ ചില കളരികളിൽ കൊക്കുട വടിവും മത്സ്യവടിവുമാണ് കാണുന്നത്. ഞങ്ങൾ അജവടിവാണ് ഫോളോ ചെയ്തു വരുന്നത്. ഇതിൽ കാര്യമായിട്ടുള്ള 4 പാച്ചിലുകൾ, 4 വടിവുകൾ, ആദ്യത്തെ വടിവുകളിൽ 4 പാച്ചിലുകളാണ്. ചടകമുറിയാണ്. ചടകമുറ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറ്റാൻ്റെ നീക്കങ്ങളും മറ്റും കണ്ട് അതിൽ നിന്ന് ഒഴിയുകയും പെട്ടെന്ന് തന്നെ അയാളെ നിലം പതിപ്പിക്കുന്നതായ ചില മൂവ്മെൻറ്റുകളാണ്. അത് ഭൂമിയിൽ അമർന്നു നിന്നിട്ട് ആണ് ഇത് ചെയ്യുന്നത് അധികവും. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ നമ്മൾ കാലുകൾ പതിച്ച് ഉറപ്പിച്ച് നിൽക്കുകയും മണിപൂരക ചക്രത്തിൽ ശ്വാസത്തെ പിടിച്ചിട്ട് ശ്വാസം വെച്ചുകൊണ്ട് ഊർധഗതിയിൽ പ്രാണനെ എടുത്തുകൊണ്ടാണ് ഈ വിദ്യകളൊക്കെ ചെയ്യുന്നത്. ഇതൊരു ഗുരു, ഏത് കളരിയിലെയും ഗുരുക്കന്മാർക്ക് ഇത് അറിയുന്നതാണ്. അവരിൽ നിന്നത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ കളരിയിലെ പ്രയോഗങ്ങളും മറ്റൊക്കെ ചെയ്യുന്നതിന് വളരെ സഹായമായിരിക്കും. ഇതോടൊപ്പം തന്നെ വടിവുകളൊക്കെ ശീലിക്കുമ്പോൾ അതിൻ്റെ മന്ത്രങ്ങളും സാധ്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അത് എത്ര കണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അത് മന്ത്രസിദ്ധി വരുത്തണം എന്ന് പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നേരിട്ടിട്ട് ഇങ്ങനെ ഇതിലൂടെ പറയേണ്ടതല്ല. അത് ശിഷ്യന് നേരിട്ട് അതിൻ്റെ മാർഗങ്ങളും മറ്റൊക്കെ ഉപദേശിക്കേണ്ടതാണ്. അതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ല അശ്വാരൂഢം ജപിച്ചീടിൽ വിശ്വമെല്ലാം ജയിച്ചിടും, അക്ഷരമൊന്ന് വിഴച്ചീടിൽ വെട്ടുകൊണ്ട് മരിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഗുരുവിൻ്റെ സമ്പ്രദായത്തിൽ തന്നെ എങ്ങനെയാണ് അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാമെന്നൊക്കെ നേരിട്ടിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ഈ വടിവുകളിലുള്ള നീക്കങ്ങൾ, ചാട്ടങ്ങൾ, അതേപോലെ പ്രയോഗങ്ങളൊക്കെ അതിമാരകമാണ്. പന്നിപ്പാച്ചിലുകൾ, ആനപ്പാച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സിസ്റ്റമുണ്ട്. അപ്പോൾ അശ്വചക്രം ചെയ്യുക. ഞങ്ങൾ പറയുന്ന ഈ 8 വടിവുകളിൽ പറയുന്ന പ്രയോഗങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ഈ ചടകമുറകൾ, നമ്മളെ സമ്പ്രദായത്തിൽ 64 ചടകമുറകൾ പറയുന്നുണ്ട്, 64 അടിക്കൈകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, വള്ളി പിണച്ചിൽ പിടുത്തങ്ങൾ പറയും, ധനുർവേദ പിടുത്തങ്ങളുണ്ട് 16 എണ്ണം. അതിനൊന്നും ഒഴിവില്ലാത്ത പിടുത്തങ്ങളാണ്. അത് നമ്മൾ പിടിച്ച് അത് ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ മരിച്ചു പോവുകയാണ് ചെയ്യുക. അതിനുകൊണ്ടാണ് അത് ധനുർവേദ പിടികൾ, വള്ളി പിണച്ചിൽ പിടുത്തങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ അടിക്കൈകളൊക്കെ ശീലിക്കുമ്പം തന്നെ ഈ വടിവുകളിൽ ഈ ചടകങ്ങൾ ഉപയോഗിക്കുന്നതിന് ഈ അടിക്കൈകളൊക്കെ സഹായിക്കും. ഇന്ന് എത്ര കണ്ട് അടിക്കൈകളൊക്കെ പ്രാവർത്തികമാണെന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മാർഷൽ ആർട്ട് വിദ്യകൾ ഇന്ന് സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ചക്രങ്ങൾ, നിലകൾ, അതിൽ നമ്മൾ ചടകചക്രം, അശ്വചക്രം, സ്വസ്തിക ചക്രം, സുദർശന ചക്രം, ഗരുഡ ചക്രം, ഇങ്ങനെ 16 ചക്രങ്ങളാണ്. 18 കോൽച്ചൂടൽ. അതിൻ്റെ മുമ്പേ പറഞ്ഞു, ഇത്തരം വിദ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വ്യക്തമായിട്ട് കുട്ടികൾക്ക് മാറ്റാനെ നേരിടാനും, നേരിട്ട് ഉപദ്രവിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, അവന് സ്വയം പര്യാപ്തമായിട്ട് അവന് നിൽക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. എല്ലാ കുട്ടികളും തന്നെ ഈ വടിവുകളൊക്കെ ശരിക്ക് അതിൻ്റെ അളവും മറ്റും മനസ്സിലാക്കി ഗുരുനാഥന്മാരെടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വടിവുകൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് കളരിയിലെല്ലാവരും വടിവുകളിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും അത് കൃത്യമായി ചെയ്യാനും അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾ ശ്രമിക്കണം. ഈ വടിവുകൾക്കൊക്കെ തന്നെ അതിൻ്റേതായ മന്ത്രങ്ങളും പറയുന്നുണ്ട്.
പണ്ടുള്ളവർ അതിന് ഉപാസന ചെയ്തിരുന്നു. അതായത് ഈ മന്ത്രമൂർത്തികളെയൊക്കെ തന്നെ സമീപത്ത് ഇരുത്തിയിരുന്നു. ഒപ്പം തന്നെ ചെയ്യുന്ന ഒരു സമ്പ്രദായം എല്ലാവർക്കും അറിയാം, ഉപാസന ചെയ്തിരുന്നു. അത് നരസിംഹോപാസന, വാരാഹിയുടെ ഉപാസന, വിഘ്നേശ്വരൻ്റെ ഉപാസന, ഇങ്ങനെയൊക്കെ മന്ത്രസാധ്യം ചെയ്തിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. അത് ഇന്നത്തെ കാലത്ത് എത്ര കണ്ട് വിജയിക്കും, ഇന്നത്തെ കാലത്ത് എത്ര കണ്ട് ആപ്ലിക്കബിളാണ് ഇന്നത്തെ കളരി പഠിക്കുന്ന കുട്ടികൾക്കെന്ന് നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഈ ടെക്നിക്കലി പ്രോബ്ലം കൊണ്ടാണ്. രണ്ടാമത് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇതിൽ ഇടുന്നതാണ്, കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമാണ്. കാരണം എല്ലാവർക്കും ഗുണം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നമസ്കാരം പറയാണ്. അടുത്ത പ്രാവശ്യം കൂടുതലായിട്ട് സംസാരിക്കാം.